സതീഷ്, താങ്കൾക്ക് ഈ അപകടത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എത്ര കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് അറിയാമോ? 2 കുട്ടികളുടെ മരണം ഏതായാലും സ്ഥിരീകരിക്കുകയാണല്ലേ? 2 കുട്ടികൾ മരണം സ്ഥിരീകരിക്കാൻ, ഒന്ന് മുസാമിൽ ഒന്ന് മുൻസീർ എന്നാണ്. മുസാമിൽ 8ാം ക്ലാസ്സിലും മുൻസിൽ 5ാം ക്ലാസ് പഠിക്കുന്ന ചെക്കെന്നാണ് അറിഞ്ഞത്. പിന്നെ ഡീറ്റെയിൽസ് പാരന്റ്സ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നതേ ഉള്ളൂ. അവിടെയുള്ള നാട്ടുകാരാണ് ആ കല്ലൊക്കെ മാറ്റി അവരെത്തിച്ചത്. പിന്നെ ആ വഹാസ് എന്ന 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കാസർഗോഡ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അതാണ് ഡീറ്റെയിൽസ് അറിയുന്നത്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിലിടിഞ്ഞിട്ട് വീണതാണ് അറിഞ്ഞത്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല. പിന്നെ പാരന്റ്സ് എത്തിയിട്ടില്ല, നാട്ടുകാർ എത്തുന്നതേ ഉള്ളൂ. പോലീസുകാർ വന്ന് ഇൻക്വസ്റ്റ് ചെയ്ത് ബാക്കി നടപടി ചെയ്യാൻ വേണ്ടി ഇപ്പോ 2 മൃതശരീരം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. തുടർച്ചയായി മഴയുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ചിലപ്പോൾ കുതിർന്നത് കൊണ്ട് രാവിലെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു 11-12 മണിക്ക് ശേഷം നല്ല തകർപ്പൻ മഴയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി താങ്കൾക്ക് അറിയുന്നതാണോ അതോ? അറിയില്ല, നമ്മൾ സ്റ്റാഫായിട്ട് വിടല്ലോ. അപ്പോൾ അത് സ്വീകരിച്ച് കൊണ്ടുപോയ ഞാനാണ്. ആദ്യമായിട്ട് കണ്ട് ബോഡി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി ഞാനാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈ പരിക്കേറ്റ കുട്ടിയുടെ നിലയെ കുറിച്ച് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? വെച്ചിട്ടാണ് കൊണ്ടുപോയത്. നടുവിലൊക്കെ പരിക്കുണ്ടെന്നാണ് അറിഞ്ഞത്. ബാക്കി ഡീറ്റെയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചെക്കന് കാലിലൊക്കെ നല്ല വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്സിജൻ വെച്ചിട്ടാണ് കാസ് കൊണ്ടുപോയത് ആസ്റ്റർ മിംസിലേക്ക്. ഓക്കെ, സതീഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം മുസമ്മിൽ 8ാം ക്ലാസ്സുകാരനാണ്, മുൻസിർ 5ാം ക്ലാസ്സുകാരനുമാണ്. ഇന്നിപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ അവർ മഴ മാറിയ നേരത്ത്, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുണ്ട് കാസർഗോഡ്, മഴ മാറിയ നേരത്ത് അവർ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് മതിൽ തകർന്നു വീണത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കറിയാം. കല്ലൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുകയാണ്. അത്ര വലിയൊരു മതിലാണ് ഇടിഞ്ഞു വീണതെന്ന് മനസ്സിലാക്കുന്നു. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, കാസർഗോഡ് മഴ കനത്തതിന് പിന്നാലെ ഈ പറഞ്ഞതുപോലെ നിരവധി മതിലുകൾ തകർന്ന അപകടങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന ദാരുണാന്ത്യം എന്ന് തന്നെ നമുക്ക് പറയണം. 2 കുഞ്ഞുങ്ങളാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹത്തേക്കായി കല്ലും മണ്ണും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന സഹോദരങ്ങളാണ് അല്ലേ അരുൺ? വിനീത, തീർച്ചയായും ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഈ കാസർഗോഡ് അടൂരിൽ സംഭവിച്ചത്. ഇന്ന് വിനീത സൂചിപ്പിച്ചതുപോലെ സ്കൂളിന് അവധിയാണ്. ശക്തമായ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട്. കുട്ടികൾ മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായ മഴ. രാവിലെ ആ മഴ മാറി നിന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ കാസർഗോഡ് ഇടവിട്ടു പെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖലയിലൊക്കെ മഴ പെയ്യുകയും അവിടെ നിന്നൊക്കെ മഴക്കെടുതിയുടെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത്ര ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ദാരുണമായ ഒരു വിവരം ഈ വൈകിട്ട് പങ്കുവെക്കേണ്ടി വരും എന്ന് കരുതിയില്ല. 2 കുട്ടികളാണ് മരിച്ചത്. ആ കുട്ടികൾ മഴ മാറി നിന്ന സമയത്ത് കളിക്കുന്നതിന് വേണ്ടി അവിടെ ഈ മതിലിനടുത്തേക്ക് എത്തിയതാണ്. സ്ഥിരമായി കുട്ടികൾ കൂട്ടം ചേർന്ന് കളിക്കുന്ന ഒരിടമാണ് എന്നതാണ് നമുക്ക് പ്രാദേശികമായി അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മഴ മാറിയപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നവരിടെയാണ് പെട്ടെന്ന് ഈ മതിൽ താഴേക്ക് തകർന്ന് പതിച്ചത്. കുട്ടികൾ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. 3 പേരും ഈ കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ അടിയിൽപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് ആ നാട്ടുകാരൊക്കെ അവിടെ ഓടിയെത്തി, മറ്റു ബന്ധുക്കളൊക്കെ ഓടിയെത്തി ഇവരെ അവിടെ നിന്ന് പെട്ടെന്ന് മുളിയാറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷമാണ് അതിൽ ഒരു കുട്ടിയുടെ മരണം തൽക്ഷണം സംഭവിച്ചു. രണ്ടാമത്തെ കുട്ടിയെ മുളിയാറിലെ ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിലാണ് മരണം സംഭവിച്ചത്. കൂട്ടത്തിലുണ്ടായിരുന്ന 3ാമത്തെ ഒരു കുട്ടിയെ കണ്ണൂരിലെ കാസർകോട്ടെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആ കുട്ടിക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഈ മഴപ്പെയ്ത്തിൽ, ഈ ശക്തമായ മഴയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ വൈകുന്നേരം നമ്മളെ തേടിയെത്തുന്നത്. കനത്ത മഴ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് മരണം സംഭവിച്ചതായ സ്ഥിരീകരണം വരുന്നത്. കാസർഗോഡ് മതിലിടിഞ്ഞു വീണാണ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഒപ്പം